ബിസിനസ്സിൽ വിപ്ലവാത്മകമായ വലിയ മാറ്റങ്ങൾ ഒറ്റയടിക്ക് കൊണ്ടുവന്ന പല ബിസിനസ്സുകളും അത് വിജയിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നതാണ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പല കാര്യങ്ങളും ശ്രമിച്ചിട്ട് അത് നടക്കാതെ വരുന്നു എന്നുള്ളതാണ്. കാര്യം ഒറ്റയടിക്ക് വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി സ്വാഭാവികമായി ശ്രമിക്കും. ഇതിൽ ആറ്റോമിക് ഹാബിറ്റ്സിൽ ജെയിംസ് ക്ലിയർ പറയുന്ന പോലെ തന്നെ ദ ടൈനി ചേഞ്ചസ് ആണ് വിൽ മേക്ക് ദ ബിഗ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് 1% ചേഞ്ച് എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ. അതുപോലെ ചെറിയ മാറ്റങ്ങൾ തുടർച്ചയായി വരുത്താൻ തുടങ്ങുമ്പോൾ അത് വ്യക്തിജീവിതത്തിലായാലും ബിസിനസ്സിലായാലും അതൊരു പെർമനന്റ് മെത്തേഡായിട്ട് പയ്യെ അതൊരു കോൺക്രീറ്റഡ് ആയിട്ട് സ്വാഭാവികമായി മാറും. ഇപ്പൊ ബിസിനസ്സിനകത്ത് നമ്മൾ സ്റ്റാഫുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലായിട്ടോ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ടോ മാർക്കറ്റിങ്ങിലോ എന്ത് മെത്തേഡ് ആയിക്കോട്ടെ അതിനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു ക്രാഷ് ലാൻഡിങ്ങിന് അപ്പുറമായിട്ട് ചില കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. പ്രത്യേകിച്ച് ടീം മാനേജ്മെന്റുമായി പീപ്പിൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടോ സിസ്റ്റം ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടോ സ്ട്രക്ചറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ പല ഫാക്ടറുകളെ നമ്മൾ കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ലെവലിലേക്ക് പോകും. ഇത്തരത്തിലുള്ള പലരുടെയും എക്സ്പീരിയൻസുകൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയതിനെ തുടർന്നുള്ള ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്.